ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി അല്ലെങ്കിൽ ബിജിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ ദൈവമേ വന്ന കമൻസ് മോനെ അടിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പലരും നിങ്ങൾക്ക് കണ്ടിട്ടത് എത്രമാത്രം വിഷമവും നിങ്ങൾക്ക് ദേഷ്യവും തോന്നി മറ്റേ കുട്ടിയോട്. അവിടെ നാളെ പ്രീസമോന് എക്സാം, അപ്പം പോലും ചോദിക്കുക. അപ്പം അതിൻ്റെ ബഹളം അവിടെ. ഞാൻ അതാ പറഞ്ഞ ഒരു സൗണ്ട് കുറയ്ക്കുന്നു. ഞാനത് കണ്ടപ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ചങ്ക് പൊട്ടി. എത്ര തള്ളമാർക്ക് വരുന്ന വിഷമം പോലെ എത്ര ആണെങ്കിലും അപ്പനും വരത്തില്ല. അതിനെയും ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാനായിരുന്നെങ്കിൽ കരയുമായിരുന്നെന്നുള്ളതാണ്. റീച്ചാനെ വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് മൊത്തം അങ്ങോട്ട് മുഴിപ്പിക്കാനായില്ല. അത്രയ്ക്ക് ഞാൻ കരയുക. പക്ഷേ റീച്ചാന് വിഷമമുണ്ട്. റീച്ചാൻ അത്ര വലിയ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു സ്വഭാവമല്ല. പിന്നെ ടീച്ചറടുത്തൊക്കെ ടീച്ചർ ഒക്കെ പറഞ്ഞ് അതിൽ പലരും അതാ ഹിന്ദി പാഠശാല പറഞ്ഞ് കണ്ടവർക്ക് അടിക്കാനാണ് നമ്മുടെ കൊച്ചിനെ നമ്മൾ വളർത്തുന്നതെന്ന്. ആ വേർഡ് തന്നെ ഞാൻ ഇവിടെയും പറഞ്ഞു. കണ്ടവർക്ക് അടിക്കാനാണ് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ വളർത്തിയിടുന്നത്. അപ്പം വേറൊരു കമൻറ്റ് വന്നു, ബസ്സുകാരത്തല്ല പറയേണ്ടത്, സ്കൂളുകാരടുത്ത് തന്നെ പറയണം. കറക്റ്റ് ഫീസെല്ലാം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവരുടെ ജിമ്മദാരിയാണ്. പക്ഷെ നമ്മളതനുസരിച്ച് കംപ്ലൈൻറ്റ് പറയണം. നമ്മളങ്ങനെ അയ്യോ സാരമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും പ്രീതി ചേച്ചി പറയും വീണ്ടും ഇത് തന്നെ ചെയ്യത്തേ ഉള്ളൂ. പിള്ളേർക്കൊരു പേടി വേണമല്ലോ. മിക്ക പിള്ളേർ ഞാൻ പറഞ്ഞ ജൈനം എന്ന് പറയുന്നത്, ഞാൻ ഈ പേര് കേട്ടോണ്ട് ഞാൻ ചിന്തിച്ച് പെൺകൊച്ചാണ്. ഒരു ആൺകൊച്ച മാർവാടി. ആ കൊച്ചല്ലി ഇന്നാളി ഒരു കൊച്ചിൻ്റെ പേപ്പർ ആ കൊച്ച് വാഷ്റൂമിലെങ്ങാണ്ട് പോയെണ്ണയെങ്ങാണ്ട് പേപ്പർ എടുത്തിട്ട് ആ കൊച്ചൻ്റെ പേരെഴുതി വെച്ചേ. അവരുടെ പേരൻസിനെ വിളിച്ചിട്ട് പേരൻസ് വന്നില്ല. അത് മക്കൾക്ക് അതൊരാച്ച. മക്കളുടെ കുറ്റങ്ങൾ ഇപ്പോൾ എൻ്റെ മോൻ്റെ കുറ്റം ഉണ്ടെങ്കിൽ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ എല്ലാ പേരൻസും ചെയ്യണം. അത് മക്കളുടെ കുറ്റം അത് നമ്മൾ മൂടി വെച്ചാൽ കുഞ്ഞുങ്ങൾ നശിച്ചു പോകത്തേ ഉള്ളൂ. അയ്യോ, എൻ്റെ അവസ്ഥ എന്തുമായിരുന്നു. കുഞ്ഞിന് 2-3 ദിവസം വേദനയായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഈ ഫോട്ടോ അയച്ചത് എൻ്റെ ആങ്ങളെ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. സന്തോഷനോട് ഓട്ടനെ പോകാൻ പറഞ്ഞോണം. ബസ്സുകാർത്തല്ല കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടി. എൻ്റെ ആങ്ങളെയായിരുന്നെങ്കിൽ സ്കൂൾ മറിച്ച് വെച്ച് തന്നെയായിരുന്നു. ഇപ്പം ഞാൻ ചിരിക്കുന്നു. അതുപോലെ ചേച്ചി എന്ന് പറയുന്ന എടി അതെന്തോ അടിയായിരുന്നടി, നീ പറഞ്ഞ ഉടനെ ഞാൻ ഇത്രയും അവൾക്ക് ഫോട്ടോ അയച്ചു കൊടുത്തില്ലായിരുന്നു. ഞാൻ സീരിയസ് ആക്കിയില്ല. ഇതൊക്കെ അല്ലി പിന്നെ കൊച്ചുങ്ങൾക്ക് കണ്ണിനും ചെവിക്കും ഒക്കെ പിന്നെ പ്രശ്നം വരുന്നേ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റ് ഇന്ന് റീച്ചാനെ കാണിക്കാതിരിക്കുക. റീച്ചാൻ നോക്കും, എന്നാലും എല്ലാമൊന്നും വായിക്കത്തില്ലല്ലേ. അപ്പം ഇന്ന് വരുമ്പോൾ ഞാൻ പറയും. അന്ന് ഞാൻ പറയണ റീച്ചാൻ പറഞ്ഞാൽ അല്ലേ പിന്നെ ഓപ്പൺ ഹൗസിൽ പറയാം. പിറ്റേന്ന് തന്നെ വിളിച്ചുകൊണ്ട് കൊച്ചിനെ കൊണ്ട് പോയി കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതായിരുന്നു. തെറ്റ് നമ്മളെന്തിനാ പേടിച്ചിരിക്കുന്നത്? റീച്ച അന്നേരം ടീച്ചർ പറഞ്ഞെന്ന് ഓപ്പൺ ഹൗസ് ഉടനെ അടുത്ത സാറ്റർഡേ ഓപ്പൺ ഹൗസ് ആയിരുന്നു. ഓപ്പൺ ഹൗസിന് പേരൻസിനെ 2 പേരൻസിനെയും കൂടെ സംസാരിപ്പിക്കാമെന്ന്. ഞാൻ പറഞ്ഞു ടീച്ചറുടെ കൊച്ചാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ റീച്ച? അവർക്കൊക്കെ എന്തോ ടീച്ചർമാർക്ക് എന്തുവാ? നമ്മളാ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കേണ്ടത്. അങ്ങനൊരു സംഭവം നടന്ന്. അപ്പം പിന്നെ കഴിഞ്ഞ ദിവസം അഖിലിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായി, ചേച്ചി സൺഡേ ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ട് ഒരു വല്ലാതാ. എന്നും ചേച്ചി നേരത്തെ ഇട്ട വീഡിയോ എങ്കിലും, നേരത്തെ എടുത്തു വെച്ച ഏതെങ്കിലും വീഡിയോ എങ്കിലും സൺഡേ ഇടണേ. പക്ഷെ ഞാൻ സൺഡേ റെസിപ്പി ആയിട്ടിട്ടല്ല. എന്തായാലും ഞാൻ വന്നിങ്ങനെ ഇൻട്രോ പറയുന്നില്ലല്ലേ. അതുകൊണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പലരും നമ്മളെ എത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിലേ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. പിന്നെ ഈ സംഭവം നടന്നിട്ട് ഒരു 1-2 ആഴ്ചയായി കേട്ടോ. ഇപ്പോഴല്ല, നമ്മുടെ എന്താ പറയുന്നത്, ആ സമയത്തുള്ള ഇതുപോലുള്ളത് ഇപ്പം ഇത്തിരി ഒന്ന് തണുത്ത് പോളാന്നെങ്കിൽ അങ്ങ് ഭയങ്കര ഇതായിട്ട് നിൽക്കുമായിരുന്നു. അവനെ ഇവിടെ രണ്ടുകൂടെ വഴക്കൂടിയെങ്കിലും അവനെ ഒന്ന്
ഇതായെന്നറിഞ്ഞോണ്ടേ അവരും വല്ലാതായിപ്പോയെന്നുള്ളത്. എന്ത് ചെയ്യാനാ, ഇപ്പോഴും നമ്മൾ ഇത്രയും സംഭവം ഉണ്ടായാലും ഞാൻ പറഞ്ഞു വിടുന്ന മോനെ വഴക്ക് കൂടല്ലേ, ആരെ അടിക്കല്ലേ, അതാണ്. ഇപ്പോഴും ഈ പിള്ളേർ കൊച്ചിലെ ഇങ്ങനെ ആണെങ്കിൽ പിന്നെ വലുതാകുമ്പോൾ എന്തോ ചെയ്യും? ഈ പാവം പിടിച്ച കൊച്ചുങ്ങളെ പിടിച്ച് നോക്കി, പാവം പിടിച്ച കൊച്ചുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടങ്ങളിലൊക്കെ ജനിച്ചു വന്ന പിള്ളേർ, ഈ അല്ലാത്ത ഈ മാർവാടി കൊച്ചുങ്ങൾക്കൊക്കെ ഒത്തിരി തൻ്റെ ഇടം കൂടുതലാണ്. അതുപോലെ മഹാരാഷ്ട്ര, കാരണം അവർ കുഞ്ഞിലേ അവർ തന്നെത്താൻ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി. നമ്മളിങ്ങനെ പാമ്പർ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വെക്കുന്ന പോലെ അവരൊന്നും വെക്കത്തില്ല. അതാ ഈ വരുന്ന കുഴപ്പം. ഇപ്പോഴും നമ്മൾ അതേ പറഞ്ഞു വിടത്തുള്ളൂ, വഴക്കുണ്ടാക്കല്ലേ, എന്തുകൊണ്ടെങ്കിൽ ടീച്ചർക്ക് പറയണേ, അതായത് അവരിപ്പോഴും അത് തന്നെ ചെയ്യുന്നു. ഓരോ സംഭവങ്ങൾ നാട്ടിലാണെങ്കിലും നടക്കുന്ന റാഗിങ് മുഖേന ഒരു കൊച്ചനി കഴിഞ്ഞിടം മരിച്ചതൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ പഠിക്കാൻ വിടുമെന്നുള്ളൊരു ടെൻഷനാണ് നമുക്ക്. നമ്മൾ വീട്ടിൽ ഇരുന്നാൽ നമുക്ക് കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വരുന്നിടം വരെ നമുക്ക് ടെൻഷനാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ റീച്ചാൻ ഓഫീസിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ രാവിലെ ഈ 2-3 ലേഡിമാരിയ്ക്കുമെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്നാൾ വാങ്ങിച്ചതുപോലുള്ള അയലയുണ്ട്, വേണമെന്ന്. ഞാൻ ചോദിച്ചു എത്ര രൂപയാണ്? ഞാൻ പറഞ്ഞ് 10 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് 10 എണ്ണമോ 200 രൂപയ്ക്ക്? എന്നേരം എനിക്ക് തോന്നി അന്നേരം ആ അയല ആയിരിക്കത്തില്ല. അന്നത്തെ അയല എന്ന് പറഞ്ഞാൽ പറഞ്ഞു നല്ല ടേസ്റ്റുള്ള ഉരുണ്ട വലിയ അയലയായിരുന്നു. പക്ഷേ കൊണ്ടുവന്നുണ്ടേ അയലയൊക്കെ ഫ്രഷായിരുന്നു. എനിക്ക് കണ്ടപ്പോഴേ തോന്നി അതുപോലുള്ള അയലയല്ല, അതെന്ന് പറയാൻ നല്ല ഉരുണ്ട് പരണ്ടിരിക്കുന്ന അയലയായിരുന്നു. ഇത് പക്ഷേ പരിഞ്ഞിലൊക്കെ ഉണ്ട്, വെച്ചപ്പോഴും ടേസ്റ്റൊക്കെ ഉണ്ട്. 10 എണ്ണം തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ അത്രയും വലുതുമല്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ തലയും എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആ തലയില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഡീപ് ഫ്രൈ പോലെ കടുക് വറക്കുന്ന അതിൻ്റെ അകത്ത് ചെയ്യുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തിട്ട് വറുത്തെടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇന്ന് ഇച്ചിരി ചിക്കൻ വാങ്ങിക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. ഇവിടെ പിള്ളേർക്ക് ചിക്കനാണ് ഇഷ്ടം. കാരണം അവർക്ക് ഈ ബീഫ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവർ പറയും ഇവരുടെ പല്ലിൻ്റെ ഇടയിൽ പോകുന്നു പറഞ്ഞ് അത്ര ഇഷ്ടമല്ല. പോളിനാണെങ്കിൽ ഇത്തിരി സോഫ്റ്റായിട്ടുള്ളതാണെങ്കിൽ ഇഷ്ടം. ചിക്കൻ ഇവർക്ക് രണ്ടിനും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാമെന്നും പറഞ്ഞിരുന്നുണ്ടേ. എൻ്റെ ചിന്ത മൊത്തം ഇല്ലേ ഗുഡ് ഫ്രൈഡേയുടെ അന്ന് റീച്ചാൻ്റെ കമ്പനി കാനഡയുടെ കമ്പനിയാണ്. അപ്പം അവിടെ ഒരു ദിവസം പുറകോട്ടല്ലേ. അപ്പോൾ ആ ഫ്രൈഡേയിലെ ചുട്ടി റീച്ചാന്ന് പറഞ്ഞ് ചിലപ്പം സാറ്റർഡേ എനിക്ക് അവധിയായിരിക്കുമെന്ന്. പക്ഷേ സാറ്റർഡേ അന്ന് അതനുസരിച്ച് രാവിലെ ചിക്കൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം സാറ്റർഡേ ചുട്ടിയില്ലായിരുന്നു, അവർക്ക് ജോലി വന്ന്. അങ്ങനെ പിന്നെ പോകേണ്ടി വന്നു. അപ്പം പിന്നെ ഞാൻ ചിന്തിച്ചെന്നാൽ റീച്ചാൻ വീട്ടിലുണ്ടെങ്കിൽ റീച്ചാന് ചിക്കനേക്കാൾ ഇഷ്ടം ബീഫാണ്. പിന്നെ ഓക്കെ, അത് കുഴപ്പമില്ലെന്ന്. മീൻ കഴിക്കത്തില്ലല്ലോ, അപ്പോൾ അത് വാങ്ങിക്കാമെന്നുള്ള അർത്ഥത്തിലായിരുന്നേ. അപ്പം അങ്ങനെ പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ മീനെടുത്ത് വെച്ച് അങ്ങനെ മീനെല്ലാം വെട്ടി കഴുകിയെടുത്ത്. അപ്പം ഞാൻ ഈ വീഡിയോ ഇത്തിരി പെൻഡിങ്ങിലായിപ്പോയി. അത് കഴിഞ്ഞുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇട്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ആദ്യം ഞാൻ ചിന്തിച്ചെന്നാൽ തേങ്ങ അരച്ച് വയ്ക്കാമെന്ന്. അപ്പം തേങ്ങ തിരുമ്മിയൊന്നുമില്ല. പിന്നെ ഞാൻ ചിന്തിച്ചെന്നാൽ അങ്ങ് മുളക് കറി വയ്ക്കാമെന്ന്. അപ്പം ഈസ്റ്റർ കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം 1-2 കമൻറ്റ് വന്നായിരുന്നു. കപ്പ വേവിച്ചു, മീൻകറി വേവിച്ചു, കപ്പയും ബീഫും ഒക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ അവർ പറഞ്ഞെണ്ണ എനിക്ക് കൊതിയായി. നോയമ്പ് കഴിഞ്ഞപ്പം പിന്നെ എല്ലാവർക്കും കഴിക്കാമല്ലേ നോൺ വെജൊക്കെ, അങ്ങനെ ഉണ്ടാക്കിയെന്ന്. പണ്ടൊക്കെ ഞങ്ങളുടെ കുഞ്ഞിലെയൊക്കെ നാട്ടിലൊക്കെ ഈസ്റ്ററിന് അങ്ങനെയൊക്കെ ഈ ആൾക്കാർ മിക്കയിടത്തും ഈ കാളയൊക്കെ വാങ്ങിച്ച് വെട്ടിയിട്ട് പങ്കെന്ന് പറയും. പങ്കെന്ന് അരപ്പങ്ക്, 1 പങ്ക്, 3/4 പങ്ക്, അങ്ങനെ കൂമ്പും കരളും അങ്ങനെയൊക്കെ വാങ്ങിക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ പപ്പ ഇങ്ങനെ കൂമ്പും കരളും അങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. കിലോ കണക്കല്ലായിരുന്നു, പങ്ക് കണക്കായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ നാട്ടിൽ പോയില്ലേ, അപ്പം എനിക്ക് അങ്ങനെയുള്ള ഒരിടത്തുനിന്ന് ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം ചോദിച്ചിട്ട് ഇപ്പം അങ്ങനെ വെട്ടുന്ന സ്ഥലമൊക്കെ വളരെ ചുരുക്കം. ആരും അങ്ങനെയൊന്നും ഇപ്പം വെട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ നിന്ന്
ഞാനിപ്പോൾ തീ ഒന്ന് ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം എന്താണ്ടെ മീനൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അന്നത്തേൻ്റെ അത്രയും അങ്ങോട്ടൊരു ടേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഒരു പയറ് തോരനൂടെ വെക്കുന്നുണ്ട്. അപ്പം മോരുകറി ഇരിപ്പുണ്ട്. അപ്പം മോരുകറി പയറ് തോരനും. പയറ് ഞാൻ ഇന്നലെ അങ്ങ് അരിഞ്ഞു വെച്ച്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കുന്നവർ ഈ സമയം ഉടനെ ഒന്ന് ലൈക്ക് ചെയ്തേരെ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. അപ്പോൾ ഒരു ബെല്ലൈക്ക ബട്ടൺ വരും, അതുകൂടെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എന്നും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ, അത് സബ്സ്ക്രൈബായി പോകും. അപ്പം ഞാൻ തോരന് വേണ്ടിയെല്ലാം ഉള്ളിയും ഇതെല്ലാം കൂടെ ഞെവിടിയതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടതാണ്. ഒരു സ്വല്പം വെള്ളം പാത്രം കഴുകിയൊന്ന് ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇച്ചിരി അരിയുമ്പോൾ നമുക്കറിയാം വേവുള്ള പയറാണോ എന്തുവാന്നുള്ളത്. അന്നേരം ഇത് ഇത്തിരി വേവുള്ള പയറാണ്. അപ്പം ഞാനതൊന്ന് ഒതുക്കി അടച്ച് വെക്കുന്നുണ്ടേ. ദേവേഷ് ഇപ്പം മിണ്ടു നിൻ്റെ അടുത്ത്? ഇപ്പം മിണ്ടത്തില്ല? ബസ് വെച്ച് മിണ്ടത്തില്ല? അല്ല, നീ ഒരു ദിവസം എന്നോട് പറഞ്ഞില്ലായിരുന്നോ ബാത്ത് സംസാരിക്കട്ടെ എന്ന്? ആ, പിന്നെ ക്ലാസ് വെച്ച് മിണ്ടുവോ? നിങ്ങൾ രണ്ടും മാറി മാറിയല്ലേ ഇപ്പം ബസ് ഇരിക്കുന്നേ? ആ, പിന്നെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ മോനെ? മമ്മി ഇന്നലെ വീഡിയോ ഇട്ട് എല്ലാവരും പറഞ്ഞു, യോ കുഞ്ഞിനെ അടിച്ചോ, ഇങ്ങനെയാണോ അടിക്കുന്നേ, ടീച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മക്കൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ബസ്സിലാണെങ്കിൽ ഉടനെ ആൻറ്റി അടുത്ത് പറയണം, സ്കൂളിലാണെങ്കിൽ ഉടനെ ടീച്ചർ അടുത്ത് പറയണം കേട്ടോ. ഏത് ടീച്ചർ ഏത് പീരീഡാന്ന് വെച്ചാൽ ടീച്ചർ അടുത്ത് പറയണം കേട്ടോ. തിരിച്ചടിക്കാനൊന്നും പോണ്ട കേട്ടോ. വാദമൊന്നും പറയടാ. ആ, എല്ലാ ആൻറ്റിമാർക്കും വിഷമമായിപ്പോയോ, കുഞ്ഞിനെ അടിച്ചോ, കുഞ്ഞിൻ്റെ ചെള്ള നോക്കിയിരിക്കുന്നേ, അങ്ങനെയൊക്കെ പറഞ്ഞു. ആ, ഒത്തിരി ദിവസമായി. ആ ആ മമ്മി പറഞ്ഞ് 2 ആഴ്ചയായെന്ന്. അന്ന് മമ്മിക്ക് നല്ല വിഷമമായിരുന്നില്ലേ? മമ്മി കരയൊക്കെ ചെയ്തില്ലേ? പപ്പായോ? പപ്പ എന്താ പറഞ്ഞു? സ്ട്രോങ് ആവാൻ പറഞ്ഞു. പപ്പ അങ്ങനെ പറയുന്നേ, ബി സ്ട്രോങ്. പിന്നെ പിന്നെ നാളെ എന്തുവാ എക്സാം? ജി കെ. ഇനി ബാക്കി എത്ര ഉണ്ട് പഠിക്കാൻ? പിന്നെ ഈ ബോളിങ് തന്നെ അതിൻ്റെ ഇടയ്ക്ക് കളിച്ചോണ്ടിരിക്കുക. ഇതാ എനിക്ക് കൂടിരിക്കണം. എഡിറ്റ് ചെയ്യാൻ ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് വന്നതാ, ഉടനെ ഇത് തപ്പുന്നു. എന്നിട്ട് പറയാം എനിക്ക് ഒത്തിരി പഠിക്കാനും ഉണ്ടെന്ന്. പറ, ഇങ്ങനെ ആക്കിക്കൊണ്ട്. ആ, അന്നേരം എങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടുന്നേ? പിന്നെ ഇത് വേണ്ട പഠിച്ചു കഴിഞ്ഞ അമ്മ തരാം. ഒരു പ്ലീഷും ഇല്ലമ്മ, പ്ലീസ്. ഓക്കെ. അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പം പയർതോരനുണ്ട്, മീൻകറിയുണ്ട്, മോരുണ്ട്. അപ്പം പ്രൈസമ്മ ഇന്നുണ്ടല്ലോ, സാറ്റർഡേ ആണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ ഞാനിന്ന് പറഞ്ഞ് കുളിക്കാനായിട്ട്. അപ്പോൾ അവൻ തന്നെ കുളിക്കാമെന്ന് പറഞ്ഞ് കയറും. അപ്പോൾ ബക്കറ്റ് വെള്ളം പിടിച്ചാൽ ഉച്ചയാകണേ നല്ല പൈപ്പിലെ വെള്ളത്തിന് നല്ല ചൂടുണ്ട്. അതുകൊണ്ട് വെള്ളം ചൂടാക്കണ്ട, അല്ലെങ്കിൽ ഇവർ ചൂടാക്കിയാണ് കുളിക്കുന്നത്. ഞാൻ എപ്പോഴാണെങ്കിലും പച്ചവെള്ളത്തിലേ കുളിക്കത്തുള്ളൂ. അപ്പോൾ ഈ കൈയും കൊണ്ട് പിടിക്കുന്ന ഷവറായിരുന്നു. അപ്പോൾ അവൻ്റെ പുറത്തൊന്നും വെള്ളം പോകത്തില്ല. പിന്നെ ഞാൻ പോയി അവനെ ഒന്ന് കുളിപ്പിച്ചിട്ടൊക്കെ വന്ന്. അപ്പം ഞാൻ ഈ തലയൊക്കെ ഒന്ന് വറുത്തായിരുന്നു. അതിൻ്റെ അകത്ത് പരിഞ്ഞിലുണ്ടായിരുന്നല്ലേ, അതും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കാരണം ഇന്നാൾ ആ പരിഞ്ഞിലിങ്ങനെ വറുത്തുടനെ പ്രൈസമ്മോന് ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ അവൻ കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ടെന്നും പറഞ്ഞ്. അതേസമയം തോരൻ വെച്ചാൽ അവന് ഇഷ്ടമല്ല. പ്രൈസമ്മോൻ കുളിച്ച് സുന്ദരനായി എന്തിയേ വാ.
അപ്പോൾ പോൾമോൻ ഇന്ന് ഉച്ചയ്ക്ക് ചോറാണ് കഴിച്ചത്. അപ്പോൾ ഇവന് ചോറ് ചോദിച്ചിട്ട് ചോറ് വേണ്ട, അവന് മീൻ ചാറും ചപ്പാത്തിയും കൂടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ വറുത്ത ആ പരിഞ്ഞിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോണ്ടേ നല്ലതാന്ന് പറഞ്ഞു. അങ്ങനെ ചപ്പാത്തി ഞാനിങ്ങനെ സെപ്പറേറ്റ് പാത്രത്തിൽ കൊടുത്തേക്കുക, അല്ലെങ്കിൽ മൊത്തം അവൻ ആക്കും അതിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.